അടുത്തതായിട്ട് വരുന്നത് ഡാറ്റ ബ്ലെൻഡിങ് ആണ്. അപ്പം ഡാറ്റ ബ്ലെൻഡിങ് എന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്ന് ഡാറ്റേനെ കമ്പൈൻ ചെയ്യും. അതായത് ഡിഫറെന്റ് സോഴ്സിൽ നിന്ന് നമ്മൾ ഡാറ്റേനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ വ്യൂവിലേക്ക് ആക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഡാറ്റ ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെയിം കമ്പൈൻ ഡാറ്റ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം സിംഗിൾ വ്യൂവിൽ നമുക്ക് ആ ഒരു കമ്പൈൻ ചെയ്ത ഡാറ്റേനെ നമുക്ക് ഗ്രാഫായിട്ട് കാണാൻ പറ്റും. അപ്പം ഇവിടെ ഇത് ചെയ്യാൻ വേണ്ടി എയർലൈൻ കമ്പാരിസൺ എന്ന് പറയുന്ന ഒരു ഡാറ്റ സെറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അതിൽ രണ്ട് വർക്ക്ഷീറ്റ് വരുന്നുണ്ട്, എയർലൈൻ 1ഉം എയർലൈൻ 2ഉം. അപ്പം ഇത് വെച്ചിട്ട് ഇങ്ങനെ ഡാറ്റ ബ്ലെൻഡിങ് ചെയ്യാൻ നോക്കാം. നമ്മുടെ ടാബിൽ ഓപ്പൺ ചെയ്യാം. ദെൻ എയർലൈൻ കമ്പാരിസൺ എന്നുള്ള ഡാറ്റ സെറ്റിനെ ലോഡ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പം ആദ്യം ഞാൻ എയർലൈൻ 1നെ ലോഡ് ചെയ്യിപ്പിക്കുന്നു. ദെൻ വീണ്ടും ഞാൻ ഡാറ്റ സെറ്റ് ലോഡ് ചെയ്തിട്ട് എയർലൈൻ 2നെയും കൂടി ലോഡ് ചെയ്യിക്കുന്നു. ദെൻ ഗോ ടു വർക്ക്ഷീറ്റ്. ഇപ്പൊ നമുക്കിവിടെ കാണാൻ പറ്റും എയർലൈൻ 1, എയർലൈൻ 2. ഓക്കെ, അപ്പം എയർലൈൻ 1ൽ നോക്കുകയാണെങ്കിൽ ഇത്രയും ഫീൽഡ് വരുന്നുണ്ട്. എയർലൈൻ 2 നോക്കുകയാണെങ്കിൽ ഇത്രയും ഫീൽഡ്സ് വരുന്നുണ്ട്. അപ്പം കോമൺ ആയിട്ട് നമുക്ക് ഇവിടെ റവന്യൂ റീജിയൺ ഒക്കെ കാണാൻ പറ്റും. അപ്പം ഞാൻ എയർലൈൻ 1 സെലക്ട് ചെയ്തിട്ട് റവന്യൂവിനെ കോളംസിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടു. ദെൻ എയർലൈൻ 2ലെയും റവന്യൂവിനെ കോളംസിലേക്ക് തന്നെ ഡ്രാഗ് ചെയ്തിട്ടു. അപ്പം ഇവിടെ സെപ്പറേറ്റ് ആയത് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇത് എയർലൈൻ 1ഉം ഇത് എയർലൈൻ 2ഉം. ഡാറ്റ ബ്ലെൻഡ് ആവുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ഐക്കൺ കാണാൻ പറ്റുക കേട്ടോ. ദെൻ നമ്മളിപ്പം റീജിയന്റെ ബേസിലാണ് കാണാൻ പോകുന്നത്. അപ്പൊ റീജിയനെ എവിടേക്ക് ഡ്രാഗ് ചെയ്തിടാം. എയർലൈൻ 1ലാണ് എല്ലാ റീജിയൻസും വരുന്നത്. ഇതിലാകെ 4 റീജിയൻസേ വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് എയർലൈൻ 1ൽ നിന്ന് റീജിയനെ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പൊ നമുക്ക് 6 റീജിയൻസ് കാണാം. ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ, യൂറോപ്പ്, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക. അപ്പം ഇവിടെ നമുക്ക് 2 നൾ വാല്യൂസ് കാണാൻ പറ്റുന്നുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, എയർലൈൻ 2ല് ഈ 2 റീജിയൺ ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ നള്ളായിട്ട് കാണുന്നത്. അപ്പം ഇങ്ങനെയാണ് ഡാറ്റ ബ്ലെൻഡ് ചെയ്യുന്നത്. അതായത് ഒരു സിംഗിൾ വ്യൂവിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ വിഷ്വൽസ് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. അതായത് എയർലൈൻ 1ന്റെ റവന്യൂ, എയർലൈൻ 2ന്റെ റവന്യൂ നമുക്ക് സിംഗിൾ വ്യൂവിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യാം, ലേബൽ വേണമെങ്കിൽ ലേബൽ ആഡ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം ആദ്യം സെലക്ട് ചെയ്യാം. ഇനി എയർലൈൻ 2ന്റെ ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എയർലൈൻ 2 സെലക്ട് ചെയ്യാം, കളറിലോട്ട് ഡ്രാഗ് ചെയ്തത്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കളർ വേറെ ഏതെങ്കിലും ആക്കി കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ലേബൽ ആഡ് ചെയ്യാൻ പറ്റും. എയർലൈൻ 1ന്റെയും ലേബൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പം ചില സ്ഥലത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ കാണാൻ പറ്റും, ചില സ്ഥലത്ത് എന്താ ലേബൽ വന്നിട്ടില്ല. ഇങ്ങനെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ഡാറ്റാ ബാസിന്റെ അവിടെ പോയി റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, മാർക്ക് ലേബലിൽ ഓൾവേസ് ഷോ കൊടുക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഡ്യുവൽ ആക്സിസ് ഡാറ്റ ബ്ലെൻഡിങ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ റീജിയണിലും വരുന്ന റവന്യൂ നമുക്ക് കാണാൻ പറ്റും.